ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഹെൽത്തിയും പ്രോട്ടീനും അടങ്ങിയ എന്നാൽ സ്വാദ് ഒട്ടും കുറയാത്ത ഭക്ഷണത്തിന് വേണ്ടി അന്വേഷിക്കുന്നുണ്ടോ? അതിന് പറ്റിയ ഒന്നാണ് കീൻവ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കീൻവ പുലാവാണ്. ഇത് ഡയബറ്റുകാർക്കും ബ്രേക്ക്ഫാസ്റ്റായും ലഞ്ചുമായോ ഉപയോഗിക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കീൻവ ഞാൻ വെള്ളത്തിലിട്ട് 10 മിനിറ്റ് നേരം മാറ്റി വയ്ക്കുകയാണ്. 10 മിനിറ്റ് നേരം മാറ്റി വെച്ച് ഇത് നമുക്ക് നല്ല പോലെ കഴുകി ഇതേമാതിരി മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് നമ്മൾ കുക്കറിലിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേവിക്കുകയാണെങ്കിൽ ഒരു വിസിൽ വന്നാൽ നമ്മുടെ കീൻവ നന്നായി വെന്ത് കിട്ടും. അതല്ല പാത്രത്തിലാണെങ്കിൽ കുറച്ച് സമയം കൂടി കൂട്ടി എടുക്കേണ്ടി വരും. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒരു കഷ്ണം കറുകപ്പട്ട നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ജീരകം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇഞ്ചി കൊത്തിയരിഞ്ഞാണ് ഒരു 1/2 ടീസ്പൂണ്. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു സബോള കട്ട് ചെയ്ത് വെച്ചതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് ഇതേമാതിരി ഇളക്കി കൊടുക്കാം. ചെറുതായി ഒന്ന് ചുവന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സബോളയും വേഗം മുരിഞ്ഞ് കിട്ടും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ആയി കിട്ടും. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഹെൽത്തി ആയിട്ടുള്ള സ്വാദിഷ്ടമായ റെസിപ്പി കൂടുതൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി 2 പച്ചമുളക് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതേമാതിരി ഇളക്കി കൊടുക്കാം. ഒരുവിധം നമ്മുടെ സബോള വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രീൻ പീസാണ്, ഞാനിവിടെ പച്ച ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പച്ച കിട്ടിയില്ലെങ്കിൽ ഉണക്ക ഗ്രീൻ പീസ് കുതിർത്തി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. ഓരോന്നായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചക്കറികൾ വെട്ടി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ബീൻസാണ്, ഒരു 5-6 ബീൻസ് നമ്മൾ ഇതേപോലെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ക്യാരറ്റാണ്, ഇതേപോലെ മുറിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതേമാതിരി ഇളക്കി കൊടുക്കാം. ഇത് വളരെ നല്ലതാണ്. ഈ കീൻവ എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റിയും ഹെൽത്തിനും നല്ലതാണ്. ഇനി നമ്മൾ തക്കാളി കട്ട് ചെയ്ത് വെച്ചതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വേപ്പില നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനിയാണ് കോളിഫ്ലവർ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായി കട്ട് ചെയ്ത് വെച്ചാണ് കോളിഫ്ലവർ. കഴുകുമ്പോൾ നമ്മൾ വിനീഗറും അതേപോലെ തന്നെ ഉപ്പും എല്ലാം ചേർത്ത് ചൂടുവെള്ളത്തിൽ മഞ്ഞളും കൂടി ഇട്ട് നന്നായി കഴുകിയെടുക്കണം. ഇനി ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതേമാതിരി നന്നായി ഇളക്കി കൊടുക്കാം. ഇത് നല്ല പ്രോട്ടീനുള്ള റെസിപ്പിയാണ്. വെജിറ്റേറിയൻകാർക്ക് വളരെ നല്ലതാണ്. ഫൈബർ ഉള്ളതിനാൽ വണ്ണം കുറയ്ക്കുവാൻ സഹായിക്കുന്നു. ഇതൊരു ഗ്ലൂട്ടൻ ഫ്രീ കൂടിയാണ്. ഇനി 1/2 ടീസ്പൂണ് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായി ഒന്ന് മിക്സായി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി അടപ്പ് വെച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് നേരം ഇതിനെ വേവിക്കാം. ഒരു കറുകപ്പട്ട ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടപ്പ് വെച്ച് ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. അതിൽ അധികം വെള്ളം വറ്റി പോകണ്ട. നമ്മൾക്ക് നമ്മുടെ കീൻവ ഇട്ട് ഇളക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതേമാതിരി വെന്തു, കുറച്ച് വെള്ളം അതിലുണ്ട്. ഇനി ഇത് കീൻവ വേവിച്ച് വെച്ചതാണ്. ഞാൻ കുക്കറിലിട്ട് ഒരു വിസിൽ വന്നപ്പോൾ എടുത്തതാണ്. നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂണ് നാരങ്ങനീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കീൻവ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻകാലങ്ങളിൽ ചാമ പോലത്തെ ഒരു സാധനമാണ്. ഇത് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. ഇത് ഡയബറ്റുകാർക്കൊക്കെ കഴിക്കുവാനും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചുമായിട്ട് ഉപയോഗിക്കുവാനും എല്ലാത്തിനും വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആരോഗ്യം തരുന്ന ഒരു നല്ല ഭക്ഷണമാണിത്. ഇതേപോലെ നമ്മൾ നന്നായി ഇളക്കി എടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് നേരം ഞാൻ കീൻവ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ തന്നെ ലഞ്ച് റെസിപ്പികളും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ
ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് വളരെ നല്ലതാണ്. അങ്ങനെ നമ്മുടെ കീൻവ പുലാവ് റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇത് കഴിച്ചു നോക്കാം. അതേപോലെ തന്നെ നിങ്ങൾ വീടുകളിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.